ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഹെൽത്തി ആയിട്ടൊരു ലഡു ഉണ്ടാക്കിയാലോ. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ലഡു ഉണ്ടാക്കുന്നത്. ഈ ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളർ നമ്മൾ കളയാൻ പാടില്ല. ഈ ബ്രൗൺ കളറ് അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ടല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അഥവാ ഫ്ലോപ്പായി പോയാലും സാധനം വേസ്റ്റ് ആവണ്ടല്ലോ. അങ്ങനെ ചക്കക്കുരു എല്ലാം കനം കുറച്ച് അരിഞ്ഞെടുത്ത് നമ്മൾ ശർക്കര പാനിയാക്കാൻ വെച്ചു. എന്നിട്ട് ഇതൊരു പാനിലേക്ക് ഈ ചക്കക്കുരു തട്ടിക്കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടതൊന്ന് റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കണം. ചെറുതായിട്ടേ ആവാവൂ, ഒരുപാടായി കഴിഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടാം. അത് കാരണം നമ്മളൊരു ചെറുതായിട്ടതൊന്ന് കയ്യിലെടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒടിയണം. ആ ഒരു പരുവത്തിന് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാടങ്ങ് നല്ലപോലെ പൊടിക്കണ്ട, തരിതരിയായിട്ട് കിടക്കണം. പിന്നെ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. എള്ളിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന ഉടനെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചക്കക്കുരു പൊടിച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ശർക്കര പാനി പറ്റി വന്ന് അത് നല്ലൊരു പരുവമാക്കി എടുത്തിട്ട് നമുക്കത് ചൂടാറുന്ന ഉടനെ ചെറിയ ബോളുകളാക്കി എടുക്കാം. നമ്മൾ കാണുന്ന പോലൊന്നുമല്ല, കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല, വളരെ നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ്. അതിനകത്ത് നമ്മൾ മായമൊന്നും ചേരുന്നില്ല, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.